ഹലോ, വെൽക്കം ടു ഫുഡി നിഷി. ഞാനിതൊക്കെ ഒരു 2-3 പീസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഫ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഞാൻ ഇതാ വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ഇതാക്കി കൊടുക്കണം. ഒരു എന്തെങ്കിലും എടുത്തിട്ട് മസാല നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ചതക്കി കൊടുത്താൽ മതി. ഇപ്പോൾ മസാല നല്ലോണം പിടിക്കും. കണ്ടോ, വരിഞ്ഞ് വെച്ചാലും മതി. പക്ഷെ എന്നാലും കുറച്ചൊന്നിങ്ങനെ ഇതാക്കി കൊടുത്താൽ നല്ലോണം അങ്ങ് പിടിച്ചോളും. എന്നിട്ട് ഇത് മസാല തേച്ചിട്ട് ഒരു 2 മണിക്കൂറൊക്കെ ഒന്ന് വെക്കണം. അപ്പോഴാണ് ഇതിലേക്ക് നന്നായി ഇറങ്ങി വരുള്ളൂ. പിന്നെ ഇത് ക്രീമാക്കാൻ, അപ്പോൾ ആ ക്രീമും എല്ലാം ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം അതൊക്കെ നന്നായി ഇതിലേക്ക് അങ്ങ് ഇറങ്ങിക്കോളും. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ ചാക്കി പരത്തി കൊടുത്താൽ നമുക്കിതിലേക്ക് കുറച്ച് മസാല, ഇതെല്ലാം ഇതിലേക്കുള്ള മസാല. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുണ്ട്. അതുപോലെ തന്നെ ഉപ്പ്, ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞളുടെ പൊടി. ഇത് നമുക്ക് ഇതിലേക്ക് പരത്തി കൊടുക്കാം. തൈര്, ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ ഇതുപോലെ പരത്തി കൊടുക്കാം. ഇത് ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് പരത്തി കൊടുക്കാം. ഇത് തൈര്, ഇതേപോലത്തെ തൈര് എടുത്താൽ മതി. ഉണ്ടോ, വെള്ളമില്ലാത്ത കുറച്ച് ചെറുനാരങ്ങ കൂടി ചേർക്കാം. നന്നായി ഇങ്ങനെ പരത്തി കൊടുക്കാം. കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ച് കൊടുക്കാം. നന്നായി പിടിച്ചു കൊടുക്കാം. ഉപ്പൊക്കെ എപ്പോഴും ആവശ്യം പോലെ ഇട്ട് കൊടുക്കണേ. ഉള്ളിലേക്കൊക്കെ നന്നായി പിടിക്കും. ഇത് ഒരു 2 മണിക്കൂർ നമുക്ക് വെച്ചെടുക്കാം. എനിപ്പോൾ സമയമില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഉള്ളവരെ 2 മണിക്കൂറൊക്കെ വെച്ചെടുക്കാം. ആണ് മൂടി വെച്ച് കൊടുത്താൽ ഇതിലേക്ക് നമുക്കൊരു ക്രീം തയ്യാറാക്കാനുണ്ട്. നമ്മൾ ഇപ്പോൾ ചിക്കൻക്കുള്ള ഒരു സോസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പഞ്ചസാര, ഇത് ഫ്രഷ് ക്രീമാണ്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. പാല്, ഉപ്പ് 1 മിനിറ്റ് എടുക്കാം. 1 മിനിറ്റിൻ്റെ വൈറ്റ്, ചീസ്, നേരത്തെ എന്ത് ചീസ് അലവ് ചെയ്തെടുക്കട്ടോ. വെളുത്തുള്ളി ചീസാണ്. ചീസ് തുറന്നിട്ടെടുത്ത് കുറച്ച് ഒലിവ് ഓയിൽ കുറച്ച് ഒഴിച്ചോട്ടാൽ മതി. 1 ടീസ്പൂൺ നല്ല അടിച്ചെടുക്കാം. നല്ല ക്രീമായിട്ട് കിട്ടും. എന്താ, പാത്രം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് പൊരിക്കാൻ വെച്ചു കൊടുക്കാം.
മുരിഞ്ഞ് വരട്ടെ. അപ്പം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സോസിലേ അതിന് മേലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ കണ്ടോ. ഇതിന് കുറച്ച് സമയം അതൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുണ്ടെങ്കിൽ മാത്രം ഇട്ടെടുക്കാൻ വേണ്ടിയിട്ടോ. നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടിക്കൊടുക്കാം. നമ്മൾ ഇഫ ചിക്കൻ കണ്ടോ റെഡി ആയി വന്നിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഇഫ ചിക്കൻ നോമ്പായാലൊക്കെ നമുക്ക് ചിക്കൻ്റെ കളി നിൽക്കാറല്ലേ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയാൽ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.